ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ അർജുൻ്റെ കാര്യമാണ്. ഞാനും എൻ്റെ ചാനലിൽ ഇട്ടായിരുന്നു അർജുൻ കരഞ്ഞത് ഫേക്കാണ് എന്ന് പറഞ്ഞു. നമ്മുടെ സിജോ പോയത് അതേക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടു. ഫേക്കാണെന്ന് പറഞ്ഞ് ഞാനും ഒരു വീഡിയോ ഇട്ടു. പക്ഷേ അതേക്കുറിച്ച് പുറത്തിറങ്ങിയ ശേഷം നമ്മുടെ സിജോ കുറച്ച് കാര്യങ്ങൾ അർജുനെ കുറിച്ച് പറയുന്നു. അതെന്താണ് വേറെ ഒന്നുമല്ല, അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. സിജോ പറഞ്ഞത് വേറെ ഒന്നുമല്ല. സിജോ പറഞ്ഞത് അർജുൻ കരഞ്ഞത് ഫേക്കായിട്ടൊന്നും സിജോയ്ക്ക് തോന്നിയില്ല, സങ്കടം കൊണ്ടായിരിക്കാം എന്നാണ് സിജോ പറഞ്ഞത്. വേറെ ഒന്നുമല്ല, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു 5 പേരെ എനിക്ക് ഇഷ്ടമുണ്ട്. അതിലൊരാൾ അർജുനാണ്. അർജുനോട് ഞങ്ങൾ ആദ്യകാലങ്ങളിൽ തൊട്ട് നന്നായിട്ട് സംസാരിച്ചു. ഇപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അർജുൻ പോയപ്പം വിഷമം തോന്നി കരഞ്ഞത് എന്നാണ് നമ്മുടെ സിജോ പറഞ്ഞത്. ഒരു പക്ഷേ അങ്ങനെയായിരിക്കാം. പക്ഷെ വേറൊരു വശം കൂടെ നോക്കുമ്പോൾ സിജോയുടെ കാഴ്ചപ്പാടല്ലായിരിക്കുമല്ലോ അർജുൻ്റെ കാഴ്ചപ്പാട്. അർജുൻ എന്താ അർത്ഥത്തില അങ്ങനെ ഇത് ഇതൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ചിലപ്പം സിജോ പറഞ്ഞത് ശരിയായിരിക്കാം. ഇന്നലെ അർജുൻ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും കൂടുതലും സിജോ ആയിട്ടാണ്, എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്, എനിക്ക് വേറെ ആരോടും അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് അർജുൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരൊറ്റ ഇതേ ഉള്ളൂ, അന്നാം ഈ റോക്കി ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടായ സമയത്ത് അങ്ങനെ ഒരാളായിരുന്നെങ്കിൽ അവിടെ സിജോയ്ക്ക് എന്തെങ്കിലും പറ്റി, അല്ല സിജോ എപ്പോഴാണ് വരുന്നത് എന്ന് ബിഗ് ബോസിനോട് പോലും ചോദിക്കാൻ തോന്നി. റോക്കി പോയതിനാണ് അവിടെ ഇവർ സങ്കടപ്പെട്ടിരുന്നത്. ഈ സിജോയും ഈ മുടിയനും പിന്നെ അൻസിലയും ഇവർ 3 പേരുമായിരുന്നു കൂടുതലും. പക്ഷെ ഇപ്പം സിജോ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്നേഹം കാണിക്കുമ്പോൾ നമുക്കാണേലും ഇപ്പം നിങ്ങൾക്കാണേലും എനിക്കാണേലും ഒക്കെ തോന്നുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇനി ഇപ്പോൾ സിജോയുടെ ഫാൻസിൻ്റെ ഇതുകൊണ്ടാണോ, ഞാനിപ്പോഴും സിജോയുടെ ഫാൻസിൻ്റെ ഇതുകൊണ്ടാണ്, സിജോയുടെ വിശാല മനസ്സുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്താ നമുക്കറിയത്തില്ല. അപ്പം നമുക്ക് ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.